കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 24. നമ്മൾ ശ്ലോകം 25 ചെയ്തു. റിവേഴ്സ് ഓർഡറിൽ എങ്ങനെയാണ് പ്രളയത്തിൻ്റെ സമയത്ത് സൃഷ്ടി ഉണ്ടായ പോലെ തന്നെ തിരിച്ച് വിപരീത ദശയിൽ എങ്ങനെയാണ് എല്ലാം എല്ലാറ്റിലും ലയിക്കണമെന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഭൂമി ഗന്ധത്തിലും അതിൻ്റെ തന്മാത്രയാണല്ലോ. ഗന്ധം ജലത്തിലും, ജലം രസത്തിലും, രസം അഗ്നിയിലും, അഗ്നി രൂപത്തിലും, രൂപം വായുവിലും, വായു സ്പർശത്തിലും, സ്പർശം ആകാശത്തിലും, ആകാശം ശബ്ദത്തിലും ലയിക്കുന്നു. എന്നിട്ട് പിന്നെ അത് വന്നത് താമസാഹങ്കാരത്തിൽ നിന്നല്ലേ, അതൊക്കെ താമസാഹങ്കാരത്തിൽ ലയിക്കും. പിന്നെ ഇന്ദ്രിയങ്ങൾ രാജസാഹങ്കാരത്തിൽ ലയിക്കും. പിന്നെ മറ്റേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആദ്യം അതിൽ ലയിച്ചിട്ട് പിന്നെ അധിഷ്ഠാന ദേവതകളിൽ ലയിക്കും. അധിഷ്ഠാന ദേവതകൾ മനസ്സിൽ ലയിക്കും. പിന്നെ ആ മനസ്സ് ഈ 3 അഹങ്കാരവും കൂടി രാജസവും അത് ശരിക്കും മറ്റേ പിരിയുന്നതിന് മുമ്പുള്ള അഹങ്കാരത്തിൽ ലയിക്കും. അത് കഴിഞ്ഞ് അത് മഹത്തത്വത്തിൽ ലയിക്കും എന്ന് വരെ നമ്മൾ എന്നിട്ട് പിന്നെ നമ്മൾ പറയണ ഈ ജ്ഞാനക്രിയാ ശക്തികളോടുകൂടിയ ആ മഹത്തത്വം ആ ഭാവം വെടിഞ്ഞ് ഗുണങ്ങളായിത്തീരും. എന്നിട്ട് പിന്നെ അങ്ങനെയാണ് മഹത്തത്വം ഗുണങ്ങളായിത്തീരും. ഗുണത്തിൽ നിന്നാണല്ലോ മഹത്വത്തെ ഉണ്ടായത്. നമ്മൾ പറഞ്ഞില്ലേ, ഗുണങ്ങളുടെ മായ ആജിറ്റേറ്റഡ് ആവുമ്പോൾ വെണ്ണ കയ്യിൽ നിന്ന് പിരിയുന്ന പോലെ മഹത്തത്വം പിരിഞ്ഞു പറഞ്ഞില്ലേ. അപ്പോൾ ഗുണങ്ങളിൽ നിന്നാണ്. അപ്പോൾ മഹത്തത്വം പിന്നെ ഗുണങ്ങളായിത്തീരും. പിന്നെ ആ ഗുണങ്ങൾ മായയിൽ ലയിക്കുന്നു പറയാം അടുത്തേല കേട്ടോ. അപ്പോൾ നമുക്ക് 26 വായിക്കാം. 26 വായിക്കാം. സലീയതേ മഹാൻ സ്വേഷു ഗുണേഷു ഗുണവത്തമഃ തേ വ്യക്തേ സംപ്രലീയന്തേ തത്കാലേ ലീയതേ വ്യയേ. ഇപ്പം നമ്മൾ മഹത്തത്വം ത്രിഗുണങ്ങളായിട്ട് തീരുന്നത് വരെ ത്രിഗുണങ്ങൾ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ട് മഹത്വത്വം ഉണ്ടാവുന്നതാണല്ലോ സൃഷ്ടിയിൽ പറഞ്ഞത്. അപ്പം മഹത്വത്വം ത്രിഗുണങ്ങളായി പരിണമിച്ചു. ഇനി എന്താണ് 26 പറയണ വെച്ചാൽ ഗുണവത്തമഃ, അതായത് ജ്ഞാനശക്തി ക്രിയാശക്തി ഒക്കെയുള്ള ആ ഗുണങ്ങൾ, മഹത്വത്തിന് കൊടുത്ത ആ ഗുണങ്ങളൊക്കെ ഉള്ള ആ മഹത്തത്വം, അതായത് ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉള്ള മഹത്തത്വം സ്വേഷു, അതായത് മഹത്തത്വത്തിന് കാരണമായ ഗുണേഷു ഗുണങ്ങളിൽ ലീയതേ ലയം പ്രാപിക്കുന്നു. സത്വരജസ്തമോ ഗുണങ്ങളിൽ ലയം പ്രാപിക്കുന്നു. പിന്നെയൊത്തെ ആ ഗുണങ്ങൾ അവ്യക്തം അവിടെ പ്രകൃതി മായയിൽ സംപ്രലീയന്തേ ലയം പ്രാപിക്കുന്നു. തദ് ആ അവ്യക്തം എന്നോ മായാന്നോ പ്രകൃതി എന്നോ പറയണത് അവ്യയെ ഒരു ക്രിയയുമില്ലാത്ത നിഷ്ക്രിയമായ കാലേ ലീയതേ കാലത്തിൽ ലയിക്കുന്നു. അപ്പോൾ നമ്മൾ മഹത്തത്വം കഴിഞ്ഞിട്ട് ഇനി മഹത്തത്വം ഗുണങ്ങളായിത്തീരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഗുണമാത്രമായിത്തീരും. പിന്നെ ത്രിഗുണങ്ങളെ ഒപ്പായിട്ട് ഈക്വലിബ്രത്തിലായതിനു ശേഷം പ്രകൃതിയിൽ ലയിക്കും, അല്ലെങ്കിൽ മായയിൽ. ഈ മായ അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ അവ്യക്തം നിഷ്ക്രിയമായ കാലത്തിനോട് ലയിക്കും. എന്നിട്ടോ കാലത്തിൽ ലയിക്കണവരെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ആ കാലം എന്തിൽ ലയിക്കണമെന്ന് പറയട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ അത്രേ പറയുന്നുള്ളൂ. മഹത്തത്വം ഗുണങ്ങളായിത്തീരും. സന്തുലിതാവസ്ഥയിലുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങൾ മായയിലത്തെ ഗുണങ്ങളാണല്ലോ, മായയിൽ ലയിക്കും. അത് കഴിഞ്ഞ് മായ കാലത്തിൽ ലയിക്കും. ഇനി സലീയതേ മഹാൻ സ്വേഷു ഗുണേഷു ഗുണവത്തമഃ തേ വ്യക്തേ സംപ്രലീയന്തേ തത്കാലേ ലീയതേ വ്യയേ കാലോ മായാമയേ ജീവേ ജീവ ആത്മനി മയ്യജേ ആത്മാ കേവല ആത്മസ്ഥോ വികൽപ്പായ ലക്ഷണഃ വികൽപ്പാപായ ലക്ഷണഃ. അതാണ് എന്താണ് വികൽപ്പാപായ ലക്ഷണം. അപ്പോൾ കാലഹ, എന്നിട്ട് ഈ കാലം വരെ എത്തി നമ്മളിപ്പോൾ. കാലത്തിൽ ലയിച്ചു ഈ ഗുണങ്ങൾ, അല്ലെങ്കിൽ മായ കാലം, അതായത് ഗുണങ്ങളോട് കൂടിയ മായ കാലത്തിൽ ലയിച്ചു. കാലഹ ആ കാലം മായയെ പ്രവർത്തിപ്പിക്കുന്ന ജീവനിൽ ലയിക്കുന്നു. ജീവൻ അജേ ജനനമില്ലാത്ത ആ ചൈതന്യത്തിൽ ജീവചൈതന്യത്തിൽ ലയിക്കും മായ. എന്നിട്ട് ആ ജീവൻ
അജേ ജനനമില്ലാത്ത ആത്മനി പരമാത്മാവായ മയി എന്നിൽ ലയിക്കുന്നു. വികൽപ്പാപായ ലക്ഷണ പ്രപഞ്ചത്തിൻ്റെ ഈ സൃഷ്ടിയും സ്ഥിതിയും പ്രളയങ്ങൾ കൊണ്ട് പ്രളയങ്ങൾക്ക് അധിഷ്ഠാതാവായും അവധിയായും അറിയപ്പെടുന്നവനും കേവല ആയതിനാൽ ഉപാധികളില്ലാത്ത ഒരു ലിമിറ്റേഷനും ഇല്ലാത്ത ആത്മാവും ആത്മസ്ഥ ആത്മാവിൽ തന്നെ ഇരിക്കുന്നു. അത് കഴിഞ്ഞാൽ എല്ലാം പരമാത്മാവിൽ ലയിക്കും, ബ്രഹ്മത്തിലെന്നർത്ഥം. നമുക്ക് ബ്രഹ്മെന്നും പറയാം. അപ്പോൾ ഇതിലെന്താണ് 27 പറഞ്ഞു വെച്ചാൽ ഈ എന്താണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്ന ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള പരമാത്മാവിൻ്റെ എന്ന് പറയാം, അതിൻ്റെ ഒരു ശക്തിയാണ് മായേ. അപ്പോൾ എന്താണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ മായ ഇപ്പോൾ മായ കാലത്തിൽ ലയിച്ചു പറഞ്ഞില്ലേ, ഇനി ആ കാലം ജീവനിൽ ലയിക്കും, ആ ജീവചൈതന്യത്തിന്. നമ്മൾ ഈശ്വരൻ എന്ന് വെച്ചാൽ പറയാം. എന്നിട്ട് ആ ജീവൻ ഒരിക്കലും ജനനമില്ലാത്ത ആത്മാവ്, അതാണ് ബ്രഹ്മത്തിൽ ലയിക്കും. അപ്പോൾ ഈ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളുടെ മുഴുവൻ പരമകാരണവും ഒരു ലിമിറ്റേഷനും ഇല്ലാത്തതും ഒരു ഉപാധികൾക്കും അധീനനല്ലാത്തവനും അല്ലെങ്കിൽ ഉപാധികൾക്ക് അതീതനായവനും ആയ ആത്മാവും ആ ആത്മാവിൽ തന്നെ ഇരിക്കുന്നു. മീൻസ് പിന്നെ ബ്രഹ്മല്ലാണ്ട് ഒന്നുമില്ല. അപ്പം തിരിച്ചെല്ലാം കഴിഞ്ഞു, പ്രളയം കഴിഞ്ഞിട്ട് എല്ലാം ആ ബ്രഹ്മത്തിൽ ലയിച്ചു. ഇപ്പം ബ്രഹ്മം മാത്രം. ആ ചൈതന്യം, ഇതിന് കൊടുത്ത ചൈതന്യം പോലും ബ്രഹ്മത്തിൽ ലയിച്ചു. എത്ര ചൈതന്യം കൊടുത്തിട്ടാണ് ഈ സൃഷ്ടി ഉണ്ടായത്, ആ ചൈതന്യം കൂടി അതിൽ ലയിച്ചു. ഈക്ഷണം കൊണ്ട് ചൈതന്യം കൊടുത്തുല്ലോ, എന്നിട്ടല്ലേ ഭഗവാൻ എനർജി കൊടുത്തു. ആ എനർജിയും കൂടി ഭഗവാനിൽ തന്നെ അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ഇപ്പോൾ ആ അദ്വൈതമായിട്ടുള്ള ബ്രഹ്മം മാത്രം. അതാണ് കാലോ മായാമയേ ജീവേ ജീവ ആത്മനിമയ്യജേ ആത്മാ കേവല ആത്മസ്ഥോ. ആ ആത്മാവ് പിന്നെ ഒന്നിനും ലയിക്കാനില്ല, ആത്മാവിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. പിന്നെ ആത്മാവായിട്ട് തന്നെ ആ നിർഗുണവും നിരാകാരവും നിഷ്ക്രിയവും ആയ ആത്മാവായിട്ട് മാത്രം വർത്തിക്കും. ശരിക്കത് മാത്രമേ ഉള്ളൂ എന്നാണല്ലോ പറഞ്ഞത് ഭഗവാൻ. ആത്മാ കേവല ആത്മസ്ഥോ വികൽപ്പാപായ ലക്ഷണ. ഇനി എന്താ ഈ സൃഷ്ടിസ്ഥിതി പ്രളയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ എന്ന്. കാരണം സൃഷ്ടി നടക്കണു, കുറച്ച് ദിവസം അത് മെയിൻറ്റെയിൻഡാണ്, അത് കഴിഞ്ഞാൽ നാശമായി. അപ്പോൾ സത്യമായിട്ടുള്ളത് എല്ലാ കാലത്തും പരിണാമമില്ലാതെ ഒരുപോലെ നിൽക്കണേ. പ്രപഞ്ചം അങ്ങനെ നിൽക്കണില്ലല്ലോ. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും, അതിന് ഒരുപാട് മാറ്റങ്ങൾ വരും, പക്ഷെ അങ്ങനെ സ്ഥിതി ചെയ്യും, അത് കഴിഞ്ഞാൽ നശിക്കും. അപ്പം അങ്ങനെയുള്ളതൊന്നും സത്യമല്ല. അപ്പം സത്യമായിട്ടുള്ളത് എന്താണ്? ആ ബ്രഹ്മം, ഈ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ബ്രഹ്മം, സൃഷ്ടി കഴിഞ്ഞിട്ട് മെയിൻ്റനൻസിൻ്റെ സമയത്തും ആ ബ്രഹ്മം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മം തന്നെയാണ് ഈ ജഗത്ത്. അത് കഴിഞ്ഞാൽ സംഹാരം കഴിഞ്ഞാൽ അതിന് നമുക്ക് ആ മണ്ണിൻ്റെ സ്വർണത്തിൻ്റെയൊക്കെ വളരെ നല്ല ഉദാഹരണമാണ്. കാരണം സ്വർണ്ണപ്പണ്ടങ്ങളോ മൺപാത്രങ്ങളോ ഉണ്ടാവണതിൻ്റെ മുമ്പേ, അല്ലെങ്കിൽ മണ്ണെടുക്കാം, മൺപാത്രങ്ങൾ ഉണ്ടാവണതിൻ്റെ മുമ്പ് മണ്ണ് മാത്രമേ ഉള്ളൂ. ഉണ്ടായിക്കഴിഞ്ഞാലും മണ്ണ് തന്നെയാണ് അതൊക്കെ. അതെല്ലാം നശിച്ച് പൊടിഞ്ഞ് ആയ ആദ്യ മണ്ണാവും. അതുപോലെ ഉള്ളൂ എന്നാണ് ജഗത്ത്. അതായത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മം വിവിധ രൂപങ്ങളിൽ കുറച്ച് ദിവസം കാണും, അത് കഴിഞ്ഞാൽ ബ്രഹ്മം തന്നെയായി മാറും. അതാണ് സൃഷ്ടിസ്ഥിതി പ്രളയം കൊണ്ട് നമുക്ക് മനസ്സിലാവണമെന്ന് പറയാൻ കേട്ടോ. ഇനി ഏവമന്വീക്ഷമാണസ്യ കഥം വൈകൽപ്പികോ ഭ്രമഃ മനസോ ഹൃദി തിഷ്ഠേത വ്യോംനി വാർക്കോദയേ തമഃ. ഇനി 28. ഏവം അന്വീക്ഷമാണസ്യ, ഇങ്ങനെ ആത്മതത്വം നമ്മൾ മനനം ചെയ്ത് അതിനെപ്പറ്റി നല്ലോണം ആലോചിച്ച് മനസ്സിന് വൈകൽപ്പിക, അതായത് ഭേദഭാവനയോടുകൂടിയ മായ ഭ്രമഃ കഥം, ഭ്രമം എങ്ങനെ ഉണ്ടാകും? അതായത് നമ്മൾക്ക് ശരിക്കിത് മനസ്സിലായാൽ ഈ തത്വം, അതായത് ഇവിടെ മണ്ണല്ലാതെ ഒന്നുമില്ല എന്ന് മൺപാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണ പോലെ ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല, ബ്രഹ്മാകാരമായി നിൽക്കുന്ന ജഗത്ത് ബ്രഹ്മം തന്നെയാണ്.
വിവിധ നാമരൂപങ്ങൾ എന്ന് മനസ്സിലാക്കിയ ആൾക്ക് പിന്നെ എന്ത് ഭ്രമ ഉണ്ടാവുക? ഭ്രമ കഥം, എങ്ങനെ ഭ്രമം ഉണ്ടാവും? അത് ശരിക്കും മനസ്സിലായാൽ അർക്കോദയെ സൂര്യൻ ഉദിക്കുമ്പോൾ വ്യോമിനി ആകാശത്തിൽ തമഹ ഇവ ഇരുട്ടിലയിക്കുന്നത് പോലെ സൂര്യനുള്ളപ്പോൾ ഇരുട്ടുണ്ടാവുമോ? അതുപോലെ ഹൃദയത്തിൽ കഥം തിഷ്ഠതി, എങ്ങനെ ഈ അജ്ഞാനം ഉണ്ടാവും? ഈ ഒരു ഇപ്പം ഭഗവാൻ പറഞ്ഞ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മറ്റതൊന്നും സത്യമല്ല. സത്യമാണെന്ന് തോന്നുകയാണ് നമുക്ക്. ശരിക്കും ഇപ്പോൾ ഒരു മൺപാത്രങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ മണ്ണ് തന്നെയാണ്. കുറച്ച് കാലത്തേക്കും വിവിധ രൂപങ്ങളിൽ നിൽക്കണു അല്ലേ? അതെല്ലാം ഉടച്ചാൽ ആദ്യം വെറും മണ്ണായി, നാമോ രൂപമില്ല. തുടക്കത്തിൽ മണ്ണേ ഉള്ളൂ, പിന്നെയും നാമരൂപങ്ങളായിട്ട് കുറച്ച് ദിവസം നിന്നു, അതും മണ്ണ് തന്നെയാണ് മുഴുവൻ. ഉടഞ്ഞാലും മണ്ണേ ഉള്ളൂ. അതുപോലെയാണ് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മത്തിന് സൃഷ്ടി നടന്നു, അതന്നെ പല നാമരൂപങ്ങളിൽ നമ്മളടക്കം പ്രത്യക്ഷപ്പെടുന്നു. എല്ലാം കുറച്ച് കഴിഞ്ഞാൽ നശിക്കുന്നു. എല്ലാതും കഴിഞ്ഞാൽ ബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. ഈ ഒരു തത്വം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഭ്രമമില്ലാണ്. അതാണ് പറയുന്നത്. ഏതുപോലെ വെച്ചാൽ ഈ തത്വം കൂടി മനസ്സിലായാൽ നമുക്ക് ജ്ഞാനോദിച്ചു എന്നർത്ഥം. അപ്പം പിന്നെ അജ്ഞാനത്തിന് അവിടെ സ്ഥലമല്ല. ഏതുപോലെ സൂര്യൻ ഉദിച്ചാൽ ഇരുട്ടുണ്ടാവുമോ? സൂര്യനും ഇരുട്ടും കൂടി ഉണ്ടാവാൻ വയ്യല്ലോ. അപ്പോൾ ഈ ബോധം നമുക്ക് ഉദിച്ചാൽ നമ്മൾക്ക് അജ്ഞാനമില്ല. ജ്ഞാനമാകുന്ന സൂര്യൻ്റെ സാന്നിധ്യത്തിൽ അജ്ഞാനമില്ല. അജ്ഞാനം എന്ന തമസിന് നിൽക്കാൻ പറ്റില്ല. വെളിച്ചമുണ്ടാകുമ്പോൾ പറ്റുമോ? ഇരുട്ട പറയുമോ? വെളിച്ചമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെളിച്ചം വന്നാൽ ഇരുട്ടുണ്ടാവുമോ? ഇല്ലല്ലോ. രണ്ടും കൂടി പറ്റുമോ? വെളിച്ചം ഇരുട്ടും കൂടി പറ്റില്ലല്ലോ. അതേപോലെയാണ്. വളരെ നന്നായി പറഞ്ഞു അല്ലേ? അപ്പം ഈ തത്വം നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഭ്രമവും ഇല്ല, മായാഭ്രമം. നമ്മൾ മായാമോഹിതരാവുകയില്ല. അതാണ് പറഞ്ഞത്. സൃഷ്ടിപ്രളയം ഏവമന്വീക്ഷമാണസ്യ കഥം വൈകൽപ്പികോ ഭ്രമഃ മനസോ ഹൃദി തിഷ്ഠേത വ്യോംനിവാർക്കോദയേ തമഃ. ഇനി ഉപസംഹരിക്കുകയാണ് അവസാനത്തെ ശ്ലോകം. ഏഷ സാഖ്യവിധി പ്രോക്തഃ സംശയഗ്രന്ഥിഭേദന പ്രതിലോമാനുലോമാഭ്യാം പരാവരദൃശാമയ. അപ്പോൾ ഇങ്ങനെ പരാവരദൃശ, അതായത് പരമകാരണമായിട്ടുള്ള ബ്രഹ്മത്തിനെയും കാര്യം എന്ന പ്രപഞ്ചത്തിനെയും അറിഞ്ഞു. അറിഞ്ഞ എന്നാൽ സംശയഗ്രന്ഥി ഭേദന, സംശയങ്ങളുടെ ഗ്രന്ഥി അഴിക്കാൻ സാധിക്കത്ത കെട്ട സദൃശമായ ഗന്ധിയെയും നാശം ചെയ്യുന്നു. ഇതറിഞ്ഞാൽ എല്ലാ സംശയഗ്രന്ഥിയും പൊട്ടി, എല്ലാ സംശയഗ്രന്ഥിയും കെട്ടഴിഞ്ഞു, പിന്നെ സംശയങ്ങളൊന്നുമില്ല. ഏഷ സാഖ്യവിധി, ഇങ്ങനെയുള്ള ഈ തത്വം പ്രതിലോമാനുലോമാഭ്യാം സൃഷ്ടിപ്രളയങ്ങൾ വഴി പ്രോക്ത, ഞാൻ നിനക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഈ ഒരു അധ്യായം നിർത്തണത്. അതായത് ഇങ്ങനെ ഈ ഒരു തത്വം മനസ്സിലായിട്ടുള്ള ആൾക്ക് എവിടെ ഒരു മായാഭ്രമം ഉണ്ടാവുക? ഉണ്ടായാൽ തന്നെ, കുറച്ച് തോന്നിയാൽ തന്നെ അതൊരിക്കലും നിലനിൽക്കില്ല ഹൃദയത്തിൽ. അതായത് സൂര്യോദയത്തിൽ തമസില്ലാത്ത പോലെയാണ് അത്. ആത്മജ്ഞാനം ഉദിക്കുമ്പോൾ അജ്ഞാനമാകുന്ന തമസില്ലാതെയാകുന്നു. ഇങ്ങനെ കാര്യകാരണം ഇപ്പോൾ മനസ്സിലായില്ലോ? കാര്യം പ്രപഞ്ചം, ബ്രഹ്മം കാരണം. അപ്പോൾ ഈ കാര്യം ശരിക്കില്ല, അത് സത്യമല്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ കൊണ്ട് ഞാൻ അത് ഉദാഹരിച്ച് ഉദ്ധവ അങ്ങയ്ക്ക് ഞാൻ പറഞ്ഞു തന്നു. സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളുടെ ഉദാഹരണം കൊണ്ട് ഞാൻ അങ്ങയ്ക്ക് ഇവിടെ ബ്രഹ്മം മാത്രമേ നിത്യമായിട്ടുള്ള സത്യമായിട്ടുള്ളൂ എന്ന് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തന്നതുകൊണ്ട് അങ്ങയുടെ സംശയഗ്രന്ഥി എല്ലാം ഈ സാഖ്യജ്ഞാനം കൊണ്ട്, ഈ സാഖ്യ യോഗത്തിലത്തെ തത്വം സാഖ്യജ്ഞാനം കൊണ്ട് ഞാൻ അങ്ങയുടെ സംശയഗ്രന്ഥികളെ മുഴുവൻ അകറ്റുന്ന സാഖ്യജ്ഞാനം ഞാൻ അങ്ങയ്ക്കിതാ ഉപദേശിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ എത്ര നന്നായിട്ട് പറഞ്ഞു അല്ലേ? എത്ര, അതായത് സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഇരുട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് ജ്ഞാനിയുടെ ഉള്ളിൽ ഈ ഭേദഭാവന ഒരിക്കലും പിന്നെ ഉണ്ടാവില്ല ഈ ജ്ഞാനം ഉദിച്ചാലേ.
അതായത് ഈ അഖണ്ഡബോധമായ ബ്രഹ്മത്തിൽ പിന്നെ ഉദിച്ച് അസ്തമിക്കുന്ന നാമരൂപങ്ങളാണ് ഈ കാണുന്ന ലോകത്തിലത്തെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വസ്തുതകളും. ഈ അഖണ്ഡബോധരൂപമായ ബ്രഹ്മത്തിൽ ഉദിച്ച് അസ്തമിക്കുന്നതാണ് എല്ലാതും. എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളിലും ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലായ പിന്നെ ഒരു മോഹം നമുക്കുണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഈ ബ്രഹ്മാനുഭവം ഉണ്ടായിട്ടിരിക്കാം എന്നാണ് പറഞ്ഞു. അപ്പോൾ ഈ മഹത്തായിട്ടുള്ള ഈ സാഖ്യജ്ഞാനം ഞാൻ അങ്ങക്ക് ഉപദേശിച്ചിരിക്കുന്നു. ഇത് വിചാരം നല്ലോണം മനനം ചെയ്താൽ അങ്ങയുടെ സംശയഗ്രന്ഥികളൊക്കെ പൊട്ടും എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഞാൻ അത് വായിച്ചിട്ട് നമുക്ക് ഈ അധ്യായം നമുക്ക് നിർത്താം. അതെ, വളരെ നല്ലൊരു ഇതായിരുന്നു അല്ലേ? അതെ, എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം കുറേ നമുക്ക് ബോധ്യം വരുമ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് പറയല്ല കേട്ടോ, പക്ഷേ കുറച്ചൊക്കെ നമുക്കിങ്ങനെ ശരിയാണെന്ന് തോന്നാൻ അറ്റ്ലീസ്റ്റ് നൈമിഷികമായിട്ടെങ്കിലും ഏഷം സാഖ്യവിധി പ്രോക്ത സംശയഗ്രന്ഥി ഭേദന പ്രതിലോമാനുലോമാഭ്യാം പരാവരദൃശാ മയാ ഇതി ശ്രീമദ്ഭാഗവതേ പാരമസംഹിതായാം പാരമഹംസ്യാം സംഹിതായാം സാഖ്യനിരൂപണം നാമ ചതുർവിംശോധ്യായഃ. ഇനി നമുക്ക് 25-ാം അധ്യായത്തേക്ക് കടക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പം നമുക്ക് പിന്നെ 25-ലേക്ക് കടക്കാം. അപ്പം നമ്മളിതിൽ പറഞ്ഞത് ഞാൻ ആദ്യം പറയേണ്ട ആവശ്യമില്ല തോന്നുന്നു എനിക്ക്. എന്തായാലും ഒന്നാണതിൽ ഭഗവാൻ പറഞ്ഞത് ആരംഭത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, പ്രളയം കഴിഞ്ഞ അവസാനവും ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് അല്ലേ? എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത് അതേപോലെ റിവേഴ്സ് ഓർഡറിൽ എല്ലാം അവിടെ തന്നെ പോയി ലയിക്കുന്നു. അപ്പോൾ അതൊന്നും സത്യമല്ല, കുറച്ച് ദിവസത്തേക്ക് ഉണ്ട് ഇങ്ങനെ നശിക്കുന്നു. അതുപോലെയാണ് മൺപാത്രങ്ങളും മണ്ണുള്ള പോലെയാണ്. അതല്ലേ പറഞ്ഞു 25-ാം അധ്യായത്തിൽ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടോ? ഭഗവാൻ പറയാണ് ഈ ശമം ദമം തിതിക്ഷ എന്തൊക്കെയാ സത്വഗുണം, എന്തൊക്കെയാ പിന്നെ രജോ ഗുണം, എന്തൊക്കെയാ തമോ ഗുണം എന്നൊക്കെ പറയാണ്. അതായത് ശമം ദമം തിതിക്ഷ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ യമനിയമങ്ങളൊക്കെ പറഞ്ഞില്ലേ നമ്മൾ. ശമം, പിന്നെ ദമം ഇന്ദ്രിയങ്ങളെ അടക്കുക, ശമം എന്ന് പറഞ്ഞാൽ പിന്നെ ഡിസയേഴ്സൊക്കെ അടക്കുക. അങ്ങനെയുള്ള തിതിക്ഷ പറഞ്ഞു വെച്ചാൽ എല്ലാം സഹിക്കുക, ദ്വന്ദ്വങ്ങളെയൊക്കെ ഒരേ ഭാവത്തോടുകൂടി സഹിക്കുക. ഇതൊക്കെ സത്വഗുണങ്ങളാണ്. പിന്നെ കാമം, ഡിസയറ്, മതം, അഹങ്കാരമൊക്കെ, പിന്നെ ഭയങ്കര ഡിസയർ, തൃഷ്ണ പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹങ്ങൾ, അതൊക്കെ രജോ ഗുണമാണ്. പിന്നെ എന്താ തമോ ഗുണം? ക്രോധം, ലോഭം, പിന്നെ എല്ലാവരും ഉപദ്രവിക്കുക, പരപീഡന, ഹിംസ എന്ന് പറയാം. ക്രോധം, ലോഭം, ഹിംസയാണ് തമോ ഗുണം. പിന്നെയോ ഈ അതായത് പിന്നെ ഞാൻ എൻ്റെ എന്നുള്ള അഹന്ത മമതയൊക്കെ ഈ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. അതൊക്കെയാണ് ഞാൻ പറയണത് കേട്ടോ. അതായത് സത്വഗുണം കണ്ടാൽ, അതായത് ശമം ദമം തിതിക്ഷ ഒരാളിൽ കണ്ടാൽ അയാൾ സത്വഗുണപ്രധാനിയാണെന്ന് തീർച്ചയാക്കാം. അതേപോലെ ഓരോ ഗുണങ്ങൾ നമ്മൾ അവരുടെ സ്വഭാവം കൊണ്ട് നമ്മൾ എന്ത് ഗുണമാണ് അവരിൽ അധികം നമുക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് പറയാണ്. പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും സത്വഗുണത്തിൻ്റെയോ രജോ ഗുണത്തിൻ്റെയോ തമോ ഗുണത്തിൻ്റെയോ വികാരങ്ങളാണ്, അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് പറയാണ്. ഈ 3 ഗുണങ്ങളെയും അതിക്രമിച്ചാൽ മാത്രമേ, ഈ 3 ഗുണങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ പോയാലേ നമുക്ക് ഭഗവാനെ, അതായത് ഗുണാതീതനായിട്ടുള്ള പരബ്രഹ്മത്തിനെ അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുള്ളൂ. ഭഗവാനിൽ അർപ്പിക്കുമ്പോൾ ഒക്കെ നിർഗുണമാവുമെന്നാണ് പറയണേ. പിന്നെ ഇപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ പോയിട്ട് എല്ലാവരിൽ നിന്നും അകന്ന് ജീവിക്കുന്നത് സാത്വിക ആയിട്ടുള്ളതാണ്. ഈ വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ സാത്വികതയാണ്. പിന്നെ നമ്മൾ ഗ്രാമത്തിൽ, അതായത് നമ്മളെല്ലാവരെയും കൂടി ഭയങ്കര ഇൻവോൾവ്ഡ് ആയിട്ട് ഇരിക്കുന്നത് രജോ ഗുണമായിട്ട്, ഗൃഹസ്ഥാശ്രമമൊക്കെ രജോ ഗുണാശ്രമമാണ്. പിന്നെ നമ്മൾ ആൾക്കാർ ചൂത് കളിക്കണോടത്ത് പോവുക, പിന്നെ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് താമസം. കള്ളു കുടിക്കുക, ചൂത് കളിക്കുക, അങ്ങനത്തെ ഒക്കെ. പിന്നെയോ അമ്പലങ്ങളൊക്കെ ശരിക്കും പറയുകച്ചാൽ നിർഗുണമായിട്ടുള്ള ഭഗവാന്റെ പിന്നെ സ്ഥാനങ്ങളാണ്. പിന്നെയോ അതുപോലെ തന്നെ ആത്മജ്ഞാനം ഉണ്ടാവണതൊക്കെ സാത്വികമായിട്ടുള്ള ഭാവമാണ്. പക്ഷേ ദേഹാഭിമാനം രജോ ഗുണപ്രധാനിക്ക് ഉണ്ടാവണതാണ്. പിന്നെ വെറും ഒന്നും അറിയില്ല, അങ്ങനെയുള്ള അജ്ഞാനം തമോ ഗുണ പ്രധാനികൾക്കുള്ളതാണ്.
അപ്പോൾ ഭഗവത് സ്വരൂപത്തിനെ അറിയണതാണ് ഏത്? നിർഗുണം. അങ്ങനെ ഭഗവത് സ്വരൂപം അറിഞ്ഞാൽ പിന്നെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ അറ്റുപോകും. അതുകൊണ്ട് മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള വിവേകിയായിട്ടുള്ളൊരു മനുഷ്യൻ ഈ ജന്മത്തിനെ വ്യർത്ഥമാക്കാതെ നിരന്തരം എന്നെ ശരണം പ്രാപിക്കണം, അല്ലെങ്കിൽ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറയണത്. എന്നിൽ സർവാത്മനാ സമർപ്പണം ചെയ്ത പുണ്യാത്മാവിന് പിന്നെ ഒരിക്കലും ഇവിടെ ജനിക്കേണ്ടി വരില്ല, നിത്യശാന്തി അടയും ഒക്കെയാണ് ചുരുക്കത്തിൽ ഞാൻ അതിൻ്റെ ഒരു ഈ അടുത്ത അധ്യായത്തിലെ ഗുണങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്, നമുക്കൊരു 1-2 ശ്ലോകമെങ്കിലും ചെയ്യാം. അടുത്ത അധ്യായത്തിൽ കിടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. 11 സ്കന്ധം 25 അധ്യായം. ശ്രീ ഭഗവാനുവാച. ഗുണനാമ സമിശ്രാണാം പുമാൻ യേന യഥാ ഭവേ തന്മേ പുരുഷവര്യേദമുപധാരയ ശംസതഃ. എന്താണ്? പിന്നെ പുരുഷവര്യ, ഹേ പുരുഷോത്തമ, ഉദ്ധവനെ വിളിക്കുകയാണ്. അസമിശ്രാണാം, അതായത് പിന്നെ കൂടിച്ചേരാതെ, ഒന്നിനോടൊന്ന് കൂടിച്ചേരാതെ തനിച്ചിരിക്കുന്ന ഗുണാനാം ഗുണങ്ങളിൽ ഏതു ഗുണത്താൽ പുമാൻ പുരുഷൻ യഥാഭവേത് എങ്ങനെ ഭവിക്കുന്നു, അതായത് ഓരോ ഗുണങ്ങളിലുള്ളവരെ ലക്ഷണം എന്നർത്ഥം. സത്വഗുണമുള്ളവരുടെ ലക്ഷണം, സത്വഗുണപ്രധാനികളുടെ രജോ ഗുണപ്രധാനികളുടെയും തമോ ഗുണപ്രധാനികളുടെ ലക്ഷണം പറയാമെന്ന് പറയുകയാണ്. ഇതും അതിനെപ്പറ്റി ശംസത മേ പറയുന്ന എന്നിൽ നിന്ന് ഉപാധാരയ അറിഞ്ഞുകൊള്ളുക. സത്വരജസ് തമോ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാം. അത് എപ്രകാരമാണ് ലക്ഷണം എന്നൊക്കെ ഞാൻ പറയാം, കേട്ടോളൂ. ഗുണാനാമസമിശ്രാണാം പുമാന്യേന യഥാ ഭവേ തന്മേ പുരുഷവര്യേദമുപധാരയ ശംസതഃ. അതാണ് ഏത് ഗുണം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുണ്ടാവുക എന്നൊക്കെ ഞാൻ പറയാമെന്ന് പറയണം കേട്ടോ. ഇനി സത്വഗുണങ്ങൾ, സത്വം ഗുണങ്ങളുടെ ലക്ഷണങ്ങളാണ് പറയണത്. 2, 3 ഒന്നിച്ചാണ്. ആക്ച്വലി 4, 5, 2, 3, 4, 5 ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് വായിക്കാട്ടോ 4. അത് കഴിഞ്ഞാൽ നിർത്തേണ്ടി വരും. ശമോദമസ്ഥിതി ക്ഷേക്ഷ തപസ് സത്യം ദയാ സ്മൃതി തുഷ്ടിസ്ത്യാഗോ സ്പൃഹ ശ്രദ്ധ ഹ്രീർ ദയാദി സ്വനിർവൃതി. അപ്പോൾ അത് ആദ്യം ഒരു ശ്ലോകം തന്നെ ചെയ്യാം. ആദ്യത്തെ ശ്ലോകത്തിൽ സത്വഗുണങ്ങൾ എന്തൊക്കെയാണ്? ശമം, മനസ്സിന് നിയന്ത്രണം. ദമം, ഇന്ദ്രിയ നിയന്ത്രണം. തിതിക്ഷ, ദ്വന്ദ്ങ്ങളൊക്കെ ഒരുപോലെ സഹിക്കുക. സുഖം, ദുഃഖം, ചൂട്, പിന്നെ ഒരുപോലെ അതിനെയൊക്കെ ഫേസ് ചെയ്യുക, അഭിമുഖീകരിക്കുന്നത് തിതിക്ഷ. ഈക്ഷ, വിവേകം. തപഹ, അതായത് തപസ്, സ്വധർമ്മമൊക്കെ അനുഭവിക്കുക. സത്യം, ദയ, ഓർമ്മ, തുഷ്ടി, തൃപ്തി, ത്യാഗം. അതെ, ത്യാഗം ഇതൊക്കെ നല്ല ഗുണങ്ങളാണല്ലോ. അസ്പൃഹ, അതായത് വലിയ ആഗ്രഹമില്ലായ്മ അല്ലെങ്കിൽ വൈരാഗ്യം. ശ്രദ്ധ, എല്ലാറ്റിലും നല്ല ശ്രദ്ധയോടുകൂടിയ. ഹ്രീ, ചീത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ലജ്ജ. ദയ, ഇതൊക്കെ സ്വനിർവൃതി. ഏത്? ആത്മരതി, അതായത് ആത്മാരാമനായിട്ടിരിക്കുക. ഇതൊക്കെയാണ് ഏത്? സത്വഗുണങ്ങൾ എന്ന് പറഞ്ഞു. ശമോദമസ്ഥിതി ക്ഷേക്ഷ തപസ് സത്യം ദയാ സ്മൃതി തുഷ്ടിസ്ത്യാഗോ സ്പൃഹ ശ്രദ്ധ ഹ്രീർ ദയാദി സ്വനിർവൃതി, ആത്മാരാമനായിരിക്കുക. ഇതൊക്കെയാണ് സത്വഗുണപ്രധാനികളുടെ. ഇനി അടുത്തത് കാമ ഈഹ മദസ്തൃഷ്ണ സ്തംഭ ആശീർഭിത സുഖം മദോത്സാഹോ യശപ്രീതിർ ഹാസ്യം വീര്യം ബലോദ്യമഃ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഒക്കെയാണ് എന്താ? രജോ ഗുണം. രജോ ഗുണം എന്തൊക്കെയാണ്? പിന്നെന്താണ്? കാമം, മദം, തൃഷ്ണ, അത്യാഗ്രഹം, ദംഭം, അഹങ്കാരം, ആശിഹി, ഭയങ്കര ധനങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, അതുതന്നെ ഫലാപേക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക. ഭേദം, സുഖം, അതായത് സുഖം ദുഃഖത്തിനൊക്കെ വല്ലാതെ ദുഃഖിക്കുക, നല്ലോണം സങ്കടമായ വല്ലാതെ കരയുക, അങ്ങനെ. മദോത്സാഹ, മതം കാരണം ഭയങ്കര എല്ലാവരോടും അഹങ്കാരം കാരണം തമ്മിത്തല്ലൊക്കെ. യശഃ, പ്രീതി, യശസ്സിന് ഭയങ്കര ആഗ്രഹം. ഹാസ്യം, കളിയൊക്കെ. വീര്യം, പിന്നെയോ ബലോദ്യമഃ, അങ്ങനെ ബലം കൊണ്ട പ്രവൃത്തികളൊക്കെ എല്ലാവരെയും അവനവൻ്റെ ശക്തിയുള്ളവർ ശക്തി ഇല്ലാത്തവരെ ബുദ്ധിമുട്ടിക്കുക. അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെയാണ് രജോ ഗുണപ്രധാനികളുടെ.
ഈ പറഞ്ഞതൊക്കെ കാമം, പിന്നെ ആഗ്രഹങ്ങൾ എത്ര എത്തിയാലും പോരാ, എല്ലാറ്റിലും ആഗ്രഹം, എപ്പോഴും ഫലാപേക്ഷയോട് കൂടി എല്ലാം ചെയ്യാണ്, പ്രാർത്ഥിക്കുകയൊക്കെ, പിന്നെ സുഖവും ദുഃഖമൊക്കെ വളരെ ഒരു സമഭാവനയല്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇപ്പം ഈ പറഞ്ഞതാണ് രജോ ഗുണം. ഒക്കെ നമുക്ക് അറിയണതല്ലേ. കാമ ഈഹ മദസ്തൃഷ്ണ സ്തംഭ ആശീർഭിത സുഖം മതോത്സാഹോ, അതായത് അഹങ്കാരം കൊണ്ട് എല്ലാവരോടും തമ്മിൽ തല്ലും. യശസ്സിന് ഭയങ്കര മോഹം. പ്രീതിർ ഹാസ്യം വീര്യം ബലോദ്യമ, അതായത് ബാക്കിയുള്ളവരെ പുച്ഛം, യശസ്സിന് മോഹം, വീര്യം, എന്നിട്ട് പിന്നെ വീര്യം കൊണ്ട് ബലമില്ലാത്തവരെ തോൽപ്പിക്കുക, അങ്ങനെയൊക്കെ. അതൊക്കെയാണ് എന്താ രജോ ഗുണപ്രധാനികളുടെ ലക്ഷണങ്ങൾ. ഇനി അടുത്ത തമോ ഗുണമാണ്. നമുക്കിവിടെ നിർത്താം. അപ്പോൾ 3 കഴിഞ്ഞ് നിർത്താം കേട്ടോ, എന്നിട്ട് അടുത്ത ദിവസം ചെയ്യാം. അപ്പോൾ പിന്നെ എന്താണ്, ഇനി ഇപ്പം നമ്മൾ സത്വഗുണവും രജോ ഗുണവും പറഞ്ഞു. ഇനി അടുത്ത ദിവസം തമോ ഗുണം പറയും. എന്നിട്ട് അതിലതീതനാണ് ഭഗവാൻ എന്നും പറയും. ഈ ഗുണങ്ങൾക്കൊക്കെ അതീതനാണ് ബ്രഹ്മോ ഭഗവാനോ എന്താ വെച്ചാൽ പറയാം. അങ്ങനെ പറഞ്ഞു നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.